നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ഗതികെട്ട ഭരണ രീതികളിൽ ഒന്നാണ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഈ ഭരണകാലം. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിനു പിന്നിൽ ലോക രാഷ്ട്രങ്ങളെ ചതിക്കുഴിയിലാക്കുന്ന വ്യാപാര രാഷ്ട്രീയ തന്ത്രങ്ങൾ നടപ്പാക്കുന്നത് ട്രംപ് ഭരണത്തിന്റെ മുഖ്യ അജണ്ടയായി മാറി. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും അനവധി രാജ്യങ്ങൾ നേരിടുകയാണ്. ട്രംപ് ഒപ്പുവെച്ച നിരവധി കരാറുകൾ ലോകത്തിന് വളർച്ചയും സഹകരണവും എന്ന ഭാവത്തിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് അമേരിക്കൻ നിക്ഷേപകർക്കും കമ്പനി സാമ്രാജ്യങ്ങൾക്കും മാത്രം പ്രയോജനകരമായ നിബന്ധനകളായിരുന്നു എന്നതാണ് സത്യം. അതിലൂടെ വികസനോന്മുഖ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം തകർന്നു. അവരുടെ നയതന്ത്ര സ്വയംഭരണത്വം പോലും അപകടത്തിലായി എന്ന് വേണം പറയാൻ. പല രാജ്യങ്ങളും കഥയറിയാതെ ഈയാമ്പാറ്റുകളെ പോലെ ട്രംപ് ചൂണ്ടിക്കാണിച്ച തീനാളത്തിൽപ്പെട്ട് വെന്ത് കരിഞ്ഞ് മരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഏത് രാജ്യത്തോടും കരാർ ഒപ്പിടുമ്പോൾ ട്രംപ് അതിനെ സ്വന്തം ലാഭത്തിന് ഉപയോഗപ്പെടുത്തുന്ന രഹസ്യ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നത് ഉറപ്പാണ്. യൂറോപ്പിൽ നിന്ന് തുടങ്ങി ഏഷ്യയിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളോടുള്ള ബന്ധങ്ങളിലും ട്രംപ് ഈ രീതി തന്നെയാണ് പിന്തുടർന്നത്. നിലവിലും ട്രംപ് അനേകം കരാറുകൾ ഒപ്പിട്ട് വലിയ വീരവാദങ്ങൾ പറയുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഏഷ്യൻ വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ യുഎസിന് അതിൽ വ്യക്തമായ നേട്ടങ്ങൾ പ്രകടമാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്ത് പ്രയോജനം ലഭിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. ട്രംപ് ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച വ്യാപാര കരാറുകൾ അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഞായറാഴ്ച മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ എത്തിയതിനു ശേഷമുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ ട്രംപ് മലേഷ്യ, കംബോഡിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകളും തായ്ലൻഡ്, വിയറ്റ്നാം രാജ്യങ്ങളുമായുള്ള കരാറുകളുടെ രൂപരേഖയും പുറത്തുവിട്ടു. പുതിയ കരാറുകൾ യുഎസിന് വ്യക്തമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഈ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യുഎസ് കയറ്റുമതിയുടെ നിരവധി നികുതിയേതര തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഈ കരാറുകൾ സഹായിക്കും. എന്നാൽ ഈ 4 തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നതിൽ വ്യക്തതയില്ല. ട്രംപ് ആദ്യം ചുമത്തിയ 19%, 20% നികുതി നിരക്കിൽ കുറവ് വരുത്താൻ ഈ രാജ്യങ്ങൾക്ക് ചർച്ചയിലൂടെ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. കംബോഡിയയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള ചില കയറ്റുമതികൾക്ക് നികുതി ഇളവ് ലഭിക്കുമെങ്കിലും അത് പരിമിതമായിരിക്കുമെന്നാണ് സൂചന. ഈ വ്യാപാര കരാറുകൾ ഏകപക്ഷീയമാണെന്നും തെക്കുകിഴക്കൻ ഏഷ്യയ്ക്ക് വ്യക്തമായ നഷ്ടങ്ങളും അവ്യക്തമായ നേട്ടങ്ങളുമാണ് ഇത് നൽകുന്നതെന്നും ബ്ലൂംബർഗ് ഇക്കണോമിക്സ് പോലും റിപ്പോർട്ട് ചെയ്തു. യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ നികുതികളും മറ്റു നിയന്ത്രണങ്ങളും പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ഇത് യുഎസിന്റെ പൊതുവായ നികുതി സമ്മർദ്ദം നേരിടുന്ന പ്രാദേശിക വ്യവസായത്തിന് ഭീഷണിയാണ് എന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഭരണത്തിന്റെ പുതിയ കരാറുകൾ ഒരു രാജ്യം മറ്റേതെങ്കിലും മഹാശക്തിയുടെ കീഴിൽ വീഴാത്തതെന്ന ആധുനിക രാഷ്ട്രീയ സിദ്ധാന്തത്തെ തകർക്കുന്നവയായിരുന്നു. അവരുടെ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ ട്രംപ് പല രാജ്യങ്ങളെയും നിർബന്ധിതമാക്കി. അതിനായി പല രാജ്യങ്ങളുടെ ആഭ്യന്തര നയങ്ങൾ പോലും നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിപണിയിലും ഇത്തരത്തിൽ സ്വന്തം കുത്തക സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാവുന്ന ഒരു പുതിയ ലോക വ്യവസ്ഥയായിരുന്നു ട്രംപിന്റെ സ്വപ്നം. അതിനായി അദ്ദേഹം ഭീഷണി എന്ന വാക്ക് രാഷ്ട്രീയ ആയുധമാക്കി. ട്രംപിന്റെ ഈ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിരുന്നു. ട്രംപിന്റെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ മോദി അത് തികച്ചും കൃത്യമായി തിരിച്ചറിഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക സ്വയംഭരണവും വിദേശ നയ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനായി മോദി സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചു. ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ താരിഫ് കൂട്ടി. പ്രതിരോധ കരാറുകളിൽ അനാവശ്യ നിബന്ധനകൾ ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിനെ അംഗീകരിച്ചില്ല. മറിച്ച് മോദി സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് ആഗോള വേദികളിൽ ഇന്ത്യയുടെ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വഴി വിദേശ ആശ്രിതത്വം കുറച്ച് ആഭ്യന്തര വ്യവസായ വളർച്ച പ്രോത്സാഹിപ്പിച്ച മോദി ട്രംപിന്റെ ഡീലുകളെ ഇന്ത്യൻ രീതിയിൽ തന്നെ മറികടന്നു. ട്രംപ് ഭരണത്തിന്റെ ചതിക്കുഴികൾ ഒരു പക്ഷേ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക വലയങ്ങളായി തീർന്നുവെങ്കിലും ഇന്ത്യ അത് തിരിച്ചറിഞ്ഞത് സമയോചിതമായ ബുദ്ധിയിലൂടെയാണ്. ലോകം പഠിക്കേണ്ടത് ഇതുതന്നെ. ഇന്ത്യയുടെ ഇതേ നയം തന്നെയാണ്. സഖ്യത എന്ന പേരിൽ മറ്റാരുടെയും ചതിക്കുഴിയിൽ വീഴരുത് എന്ന മോദി പഠിപ്പിച്ച പാഠം. മോദിയുടെ ദൃഢനിശ്ചയം, ദീർഘവീക്ഷണം, രാജ്യസ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ, ഇവയാണ് ട്രംപ് പോലുള്ള നേതാക്കളുടെ വഞ്ചനാ നയങ്ങളെ നേരിടാൻ ലോകം പോലും പിന്തുടരേണ്ട മാതൃക.
ട്രംപിന്റെ കരാറുകൾ രാജ്യങ്ങളെ ബന്ധനത്തിലാക്കുന്ന വലയമായിരിക്കുമ്പോൾ മോദിയുടെ നയം ലോകത്തെ സ്വതന്ത്രതയിലേക്ക് നയിക്കുന്ന മാർഗമാണ്. ട്രംപിലെ കിറുക്കനെ മാത്രമല്ല കുറുക്കനെ കൂടി തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. കിറുക്കന്റെ മുഖംമൂടിക്കുള്ളിൽ കുറുക്കന്റെ ചതികൾ ലോകമറിയാതെ പോയാൽ ട്രംപിന്റെ കൈവെള്ളയ്ക്കുള്ളിൽ ലോകം മുഴുവൻ അമരുന്ന നേരം വിദൂരമാകില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച